കാസർഗോഡ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീണ്ടും കവർച്ച. കുഞ്ചത്തൂർ മാടയിൽ അരസുകൃപ ജയ് വീരമാരുതി വ്യായാമശാലയിലാണ് കവർച്ച നടന്നത്. മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചക്കിടെ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന മൂന്നാമത്തെ കവർച്ചയാണിത്. City Gold and Diamonds, Kerala and Karnataka, the glow of purity. കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ ആരാധനാ കേന്ദ്രങ്ങളിലൊന്നായ കുഞ്ചത്തൂർ മാട ക്ഷേത്രത്തിന്റെ വ്യായാമശാലയിൽ വൻ കവർച്ച. മാട അരസുകൃപ ജയ് വീരമാരുതി വ്യായാമശാലയിലാണ് കവർച്ച നടന്നത്. വെള്ളിയാഴ്ച രാത്രിക്കും ശനിയാഴ്ച പുലർച്ചയ്ക്കുമിടയിലാണ് ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച ഭജനാമന്ദിരത്തിലും വ്യായാമശാലയിലുമായി മോഷണം നടന്നത്. ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ചിരുന്ന ഭണ്ഡാരം തകർത്താണ് പണം കവർന്നത്. ഭണ്ഡാരത്തിലുണ്ടായിരുന്ന 10,000-ഓളം രൂപ നഷ്ടമായതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പോലീസിനെ അറിയിച്ചു. പണം കവർന്ന ശേഷം ഭണ്ഡാരം സമീപത്ത് വലിച്ചെറിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത്. ക്ഷേത്രത്തിലെ മറ്റു മുറികളിൽ നിന്നും വസ്തുക്കളോ മറ്റോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് വരികയാണ്. ശനിയാഴ്ച രാവിലെ ക്ഷേത്രത്തിലെത്തിയ ഭക്തരാണ് ഭണ്ഡാരം തകർന്നു കിടക്കുന്നതും മോഷണം നടന്നതും ആദ്യം ശ്രദ്ധയിൽപ്പെടുത്തിയത്. തുടർന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ വിവരമറിയിക്കുകയായിരുന്നു. ക്ഷേത്ര പരിസരത്ത് CCTV ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളതിനാൽ അവയിലെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഷർട്ടും പാന്റും ധരിച്ച യുവാവാണ് മോഷണത്തിനെത്തിയതെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ക്ഷേത്ര കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. സമീപ പ്രദേശങ്ങളിലെ മറ്റ് CCTV ക്യാമറകളിലെ ദൃശ്യങ്ങളും ശേഖരിച്ച് പരിശോധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ശാസ്ത്രീയ തെളിവുകളും CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. മോഷ്ടാവിനെ ഉടൻ പിടികൂടുവാനാകുമെന്ന് പോലീസ് വ്യക്തമാക്കി. സമീപ ദിവസങ്ങളിലായി മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന മൂന്നാമത്തെ കവർച്ചയാണിത്. 2 ദിവസം മുൻപ് പൈവളികെ കുരുടപ്പദവിലെ സുബ്രായ സായിയുടെ വീട്ടിൽ നടന്ന കവർച്ചയിൽ പോലീസ് അന്വേഷണം ഊർജിതമാണ്. 14 പവനോളം സ്വർണവും പണവുമാണ് ഇവിടെ നിന്നും കവർച്ച പോയത്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇത്തരത്തിൽ കവർച്ചകൾ പതിവാകുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നുണ്ട്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.